ശബരിമലയിൽ ശരിക്കും എന്താണ് പ്രശ്നം? ശബരിമല വികസിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് തേടേണ്ടതുണ്ട്. ബേസിക്കലി ശബരിമല എന്താണ് എന്നറിയണം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ശബരിമല 56 ഏക്കറിൽ മാത്രം നിൽക്കുന്ന ഒരു കാനന ക്ഷേത്രമാണ്. 56 ഏക്കറാണ്. ക്ഷേത്രം ഇരിക്കുന്നത് 18-ാം പടിയുടെ മുകളിലാണ്. എന്ന് പറഞ്ഞാൽ 4 വശവും പിന്നെ താഴ്ചയാണ്. എങ്കിലാണല്ലോ മുകളിലോട്ട് കയറാൻ പടി വേണ്ടത്. 4 വശവും താഴ്ചയുള്ള ഒരു മലയുടെ മുകളിൽ, കുന്നിൻ്റെ മുകളിൽ 56 ഏക്കറിലാണ് ശബരിമല ക്ഷേത്രം നിലനിൽക്കുന്നത്. ടൈഗർ റിസർവാണ് ശബരിമല വനം. ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന നിയമം അനുസരിച്ചും വന പരിസ്ഥിതി നിയമം അനുസരിച്ചും ആഗോള പരിസ്ഥിതി നിയമം അനുസരിച്ചും ടൈഗർ റിസർവിൽ അധിക സ്ഥലം പിന്നെ കൊടുക്കാൻ കഴിയില്ല. കാരണം ടൈഗർ റിസർവിൽ ടൈഗറിനെ അല്ലെങ്കിൽ പുലിയെയും കടുവയൊക്കെ പരിരക്ഷിച്ചേ കഴിയൂ. അതുകൊണ്ട് ടൈഗർ റിസർവിൽ അങ്ങനെ അധികം സ്ഥലം കൊടുക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ശബരിമല വികസിപ്പിക്കുക? ഇതാണ് വലിയൊരു രസകരമായ ചോദ്യം. ഇതിനൊരു ഉത്തരം ഉമ്മൻചാണ്ടി കണ്ടെത്തിയിരുന്നു. പക്ഷേ പിണറായി വിജയൻ അത് പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം നിരീശ്വരവാദിയായിട്ടായിരിക്കാം. അദ്ദേഹം പക്ഷേ ശബരിമല സ്ത്രീകളെ കയറ്റുന്ന കഥ പറഞ്ഞുകൊണ്ട് നടന്നതല്ലാതെ ഇത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ടി.കെ. നായർ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മലയാളിയായിട്ടുള്ള ടി.കെ. നായർ IAS ഉണ്ടായിരുന്നു. ഈ കഥയൊന്നും അങ്ങനെ ആർക്കും അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ടി.കെ. നായരുടെ ഒരു സമ്മർദ്ദം കൂടി കൊണ്ട് ഒരു കാരണവശാലും ഫോറസ്റ്റ് അനുവദിക്കാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് 200 ഏക്കർ സ്ഥലം അനുവദിച്ചു. നിലയ്ക്കലിൽ 200 ഏക്കർ അനുവദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് നിയമം അനുസരിച്ച് ഒരു കാട് അനുവദിച്ചാൽ, കുറച്ച് കാട് അനുവദിച്ചാൽ അതിന് സമാനമായ അല്ലെങ്കിൽ ഇരട്ടി ഇപ്പം 100 ഏക്കർ അനുവദിച്ചാൽ 200 ഏക്കർ സ്ഥലം കാടാക്കി മാറ്റണം. ഇതാണ് ഇതിൻ്റെ ഒരു നിയമം. അങ്ങനെ 200 ഏക്കർ നിലയ്ക്കലിൽ കൊടുത്തപ്പോൾ 400 ഏക്കർ ശരിക്ക് തിരിച്ച് ഗവൺമെൻറ്റിന് കൊടുക്കണം. ഗവൺമെൻറ്റല്ല, വനം വകുപ്പിന് കൊടുക്കണം. അതിന് സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു 300 ഏക്കർ സ്ഥലം വട്ടവട, ഇടുക്കി ജില്ലയിലെ വട്ടവടയിലെ കൊട്ടാക്കാമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റവന്യൂയുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലമാണ്. റവന്യൂയുടെ കയ്യിലുണ്ടായിരുന്ന 300 ഏക്കർ സ്ഥലം രേഖകളിൽ എന്താക്കി? ഫോറസ്റ്റ് ആക്കി ഫോറസ്റ്റ് വകുപ്പിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഫോറസ്റ്റ് വകുപ്പിന് എന്ത് കിട്ടി? 300 ഏക്കർ പിന്നെ വട്ടവടയിൽ കിട്ടി. ഇവിടെ നിലയ്ക്കലിൽ 200 ഏക്കർ കിട്ടി. ഈ നിലയ്ക്കലിലെ ഭൂമിയും റവന്യൂ ഭൂമിയായ പിന്നെ ഫോറസ്റ്റിന്റെ ഭൂമിയായിരുന്നു. അതിന് നിലയ്ക്കലിൽ ശബരിമലയ്ക്ക് കൊടുത്തു ഈ ടി.കെ. നായരുടെ കാലത്ത്. ഇനി വേറൊരു കഥയുണ്ട്. അവിടെ ഇന്ദിരാഗാന്ധി പണ്ടൊരിക്കൽ വരാൻ ശ്രമിച്ചപ്പോൾ ഒരു ഹെലിപ്പാഡ് നിർമ്മിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല. അന്ന് ഒരുപക്ഷെ അതിന് സമാന്തരമായി അവിടെ എവിടെയെങ്കിലും ഒരു ഹെലിപ്പാഡ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ശബരിമലയുടെ രീതി വേറൊരു തരത്തിലാകുമായിരുന്നു. എന്തായാലും ഒരു ദിവസം 55,000-നും 60,000-നും ഇടയ്ക്ക് ആളുകളെ കയറ്റും എന്നാണ് പറയപ്പെടുന്നത്. 80-85 പേരാണ് മിനിറ്റിൽ പടിയിലൂടെ കയറിപ്പോകുന്നത്. പടിയിൽ കയറുന്നൊന്നുമില്ല. പോലീസുകാരൻ നിന്ന് 2 കൈയും തൂക്കിയെടുത്ത് എറിയും പോലെ എടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. കുറേ പോലീസുകാർ 2 സൈഡിൽ നിൽക്കുന്നു, എടുത്തെറിയും പോലെ വിടുകയാണ്. അല്ലാതെ അവിടെ പടിയിലൊന്നും ആരും ചവിട്ടാനൊന്നും പറ്റുന്ന ഒരു രീതിയൊന്നും അല്ല ഈ സമയത്ത്, സീസണിൽ. അപ്പോൾ ഒരു മിനിറ്റിൽ 50 പേര് മുതൽ 85 പേര് വരെ പോകും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 55,000 മുതൽ 60,000 പേരാണ് ഒരു ദിവസം പറ്റുന്നത്. പക്ഷേ ഇനി ക്ഷേത്രമായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമൊന്നുമില്ല, ഒരു പ്രത്യേകതയുണ്ട്. പള്ളിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ക്ഷേത്രമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ പൂജകളൊന്നും ഇല്ലാത്ത പ്രതിഷ്ഠയൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 24 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ 8 മണിക്കൂറോ തുറന്നു വെച്ചിരുന്നാൽ ആ സമയത്ത്, അടയ്ക്കാത്ത സമയത്ത് കണ്ടിന്യൂസ് ആൾക്ക് കണ്ടുപോകാം. ഇത് അങ്ങനെയല്ല. ഇത് അതിരാവിലെ നിർമാല്യം തൊട്ട് തുടങ്ങി ഉഷപൂജ, ഉച്ചപൂജ, നിവേദ്യം, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അമ്പലം അടയ്ക്കും. ആ അടയ്ക്കുമ്പോൾ അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അടയ്ക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ആൾക്കാരുടെ ഇത് ഹോൾഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ തിയറി, അപ്പം നിലയ്ക്കലിൽ ഇങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നിലയ്ക്കലിൽ ഇത് സ്ഥലം കൊടുത്ത് 200 ഏക്കർ സ്ഥലം കൊടുത്തെങ്കിലും നിലയ്ക്കലിനെ വികസിപ്പിക്കുന്നതിന് ഇപ്പോഴും നമുക്കൊരു അമാന്തമുണ്ട്. നമ്മൾ സന്നിധാനത്തെ വികസിപ്പിക്കാനും അവിടെ കെട്ടിടങ്ങൾ വയ്ക്കാനും അവിടെ ഉള്ള കെട്ടിടങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ നടക്കുന്നത്. ഇതിനിടയിൽ കെ ജയകുമാർ IAS-നെ ഒരു ഹൈ പവർ കമ്മിറ്റി വെച്ചു. നമ്മളിപ്പോൾ പലരും വിചാരിക്കുന്നതൊന്നും കെ ജയകുമാർ ഇപ്പോൾ ആദ്യമായിട്ടാണ് ശബരിമലയിലോട്ട് പോകുന്നത്. അല്ല, കെ ജയകുമാറിനെ ഒരു ഹൈ പവർ കമ്മിറ്റിയും വേണുഗോപാൽ എന്ന് പറയുന്ന കോട്ടയം ജില്ലാ കളക്ടറിനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുക, കളക്ടറിനെ
കൺവീനറുമായിട്ടുള്ള ഒരു 7 അംഗ സമിതിയുടെ ഒരു വലിയ ഹൈപ്പവർ കമ്മിറ്റി വെച്ചു. ആ ഹൈപ്പവർ കമ്മിറ്റി പിന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. IIT വേൾഡിലെ പോലുള്ള ആളുകളിലേക്ക് വളരെ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. മാസ്റ്റർ പ്ലാൻ അട്ടയ്ക്ക് വെച്ചിരിക്കുകയാണ്, അത് ഇരിക്കുകയാണ്. അത് ആരും പിന്നെ അടുത്തൊന്നും ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ശബരിമലയിൽ നടക്കുന്ന കച്ചവടവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങളുണ്ട്. അവിടെ ഒരു 4 സെന്റ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ 1.5 കോടി രൂപ കിട്ടും. കാരണം ശബരിമലയിൽ 60 ദിവസമോ 70 ദിവസത്തിനകത്തുള്ള കച്ചവടവും ബിസിനസ്സേ ഉള്ളൂ. ആ 70 ദിവസം കൊണ്ട് അവിടെ തിരക്കുണ്ടാവണം. തിരക്കുണ്ടായാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സും ട്രാൻസ്പോർട്ട് പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ തിരക്ക് സൃഷ്ടിക്കപ്പെടുന്നത് പോലെ ഉണ്ട്. അല്ലെങ്കിൽ തിരിച്ച് ചിന്തിച്ചുകൂടെ? നിലയ്ക്കലിൽ ഈ 200 ഏക്കർ സ്ഥലത്ത് മനോഹരമായി ഇപ്പോൾ തിരുപ്പതിയിലൊക്കെ ചെയ്യുന്ന പോലെ തിരുപ്പതിയിൽ ബേസ് ക്യാമ്പിൽ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുപോകണം. ബേസ് ക്യാമ്പാണ് കൂടുതൽ മനോഹരമായി വികസിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അമ്പലത്തെക്കാൾ മനോഹരമായി ബേസ് ക്യാമ്പ് വികസിപ്പിച്ചിട്ടുണ്ട് അവർ. അതുപോലെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് നിലയ്ക്കലിനെ 200 ഏക്കർ സ്ഥലത്തെ വളരെ കൃത്യമായി ഷോപ്പിംഗ് കോംപ്ലക്സുകളും കിടക്കാനുള്ള വിരിവെക്കാനും കിടക്കാനും എല്ലാ കാര്യങ്ങളും നിലയ്ക്കലിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല? അങ്ങനെ നിലയ്ക്കലിൽ അത് ചെയ്തതിന് ശേഷം നിലയ്ക്കലിൽ നിന്ന് വേണമെങ്കിൽ ശബരിമല ദേവസ്വത്തിന്റെ വണ്ടിയിൽ തന്നെ ശബരിമലയെ കൊണ്ടുപോകാം. ഒരു പാതയല്ലേ ഉള്ളൂ, ഒരുപാട് വഴിയില്ലല്ലോ, ഒരൊറ്റ റോഡല്ലേ ഉള്ളൂ. പിന്നെ ശബരിമലയിൽ നിന്ന് നിലയ്ക്കലിൽ നിന്ന് പമ്പ വഴി സന്നിധാനത്ത് പോകാൻ ഒരൊറ്റ വഴിയല്ലേ ഉള്ളൂ. അവിടെ ഹോൾഡ് റിലീസ് എന്ന് പറയുന്ന എന്നാണല്ലോ ഈ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു തിയറി. ഏതാണല്ലോ കൺട്രോൾ തിയറി. ഏതാണല്ലോ മാനേജ്മെന്റ് തിയറി വേറെയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ കൺട്രോൾ തിയറി എന്താണ്? ക്രൗഡിന്റെ കൺട്രോൾ തിയറി, ക്രൗഡ് മാനേജ്മെന്റ് അല്ലെ ക്രൗഡിനെ കൈകാര്യം ചെയ്യുന്നതിന്റെ ആദ്യത്തെ പാഠമാണ് ഹോൾഡ് റിലീസ്. വച്ചേക്കുക, കുറച്ച് പിടിച്ചു വയ്ക്കുക, പിന്നെ റിലീസ് ചെയ്യുക. ഈ വാഹനങ്ങളൊക്കെ ട്രാഫിക് പോലീസുകാർ റിലീസ് ചെയ്യും പോലെ കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക. ഇങ്ങനെ പമ്പയിൽ നിലയ്ക്കലിൽ നിന്ന് സന്നിധാനത്ത് എത്തുന്ന ഇടയ്ക്ക് ഹോൾഡ് റിലീസിന്റെ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ മറ്റൊന്നും പാടില്ല, ചെറിയ പ്രസാദവും പിന്നെ വെള്ളവും വേണമെങ്കിൽ ബാത്റൂമിന്റെ സൗകര്യങ്ങളും കൂടി ഒന്ന് കൂട്ടുക. സന്നിധാനത്ത് ഒരു ബിൽഡിങ്ങും പാടില്ല. അവിടെ ഇപ്പോൾ KP നമ്പ്യാരുടെ പേരിൽ ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ഗസ്റ്റ് ഹൗസ്, ഒരുപാട് ഇതെല്ലാ സംവിധാനങ്ങളും ജയകുമാർ സാർ പൊളിച്ചു കളയണം. അദ്ദേഹം ഹൈപ്പവർ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ കുറെ കടകളെ നിയന്ത്രിച്ചു എന്നാണ് അറിയുന്നത്. കുറച്ചൊക്കെ നിയന്ത്രിച്ചു. ഇനിയിപ്പോൾ എത്ര കടയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത കാലത്ത് ശബരിമല പോയിട്ടില്ല. പക്ഷെ അടുത്ത കാലത്തിൽ അങ്ങനെ ശബരിമല 15 വയസ്സിൽ പോയതാണ്, പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് അറിയില്ല. പക്ഷെ എങ്കിലും അവിടെ മുകളിൽ കുറെ നിർമ്മിതികളുണ്ട്. എല്ലാ നിർമ്മിതികളും താഴേക്ക് മാറ്റണം. എന്നിട്ട് അവിടെ ആ സ്ഥലം റിലീസ് ചെയ്യണം. അങ്ങനെ സ്ഥലം റിലീസ് ചെയ്താൽ കൂടുതൽ ആളുകളെ അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ ഹോൾഡ് ചെയ്തും താഴെ ഹോൾഡ് ചെയ്ത് നിലയ്ക്കലിൽ കൂടുതൽ പേരെ ഹോൾഡ് ചെയ്ത് ഇത് സംവിധാനത്തെ ഒരു അന്താരാഷ്ട്ര ക്ഷേത്രമാക്കി മാറ്റാനുള്ള ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുമോ? അതിനൊരു ശബരിമല ദേവസ്വം എന്ന് പേരിട്ടോ, എന്ത് പേരിട്ടോളൂ, പുതിയൊരു സംവിധാനം ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. അവിടെ ഒരു 30-36 പോലീസാണ് ഉള്ളത്. അവർ 4 മണിക്കൂർക്കുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ പ്രയാസമുള്ള. അപ്പോൾ ധാരാളം പോലീസിനെ കൊണ്ടുവരേണ്ടി വരും. പോലീസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. അവരെ ലാറ്ററിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഗൗരവതരമായ ഒരു രസകരമായ ഒരു ശബരിമലയാണുള്ളത്. തീർച്ചയായിട്ടും 200 ഏക്കർ സ്ഥലം ആ നിലയ്ക്കലിൽ കിട്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്താൻ 10 വർഷം ഉണ്ടായിരുന്ന ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഇനിയെങ്കിലും നിലയ്ക്കലിനെ പ്രയോജനപ്പെടുത്തി അതിന് ഇങ്ങോട്ടുള്ള ഇടത്താവളങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി പന്തളം വരെയുള്ള ഇടത്താവളങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താം. അപ്പൊ ആളുകളെ പന്തളത്ത് ഹോൾഡ് ചെയ്യാം, ചെങ്ങന്നൂർ ഹോൾഡ് ചെയ്യാം, അങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ ഹോൾഡ് ചെയ്യാം. അങ്ങനെ ഹോൾഡ് ചെയ്ത് ഇതൊരു പാക്കേജ് ആക്കി അങ്ങോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. പക്ഷെ അതിന് വേണ്ടത് തലയിൽ താമസമുള്ള കുറച്ച് ആളുകൾ ശബരിമലയിൽ വേണം. രണ്ടാമത് അഴിമതി, സ്വജനപക്ഷപാതം, കച്ചവടം, പിടിച്ചുപറി, കള്ളം, ഇതൊക്കെ ഇല്ലാത്ത, ഇത് വേണ്ടാത്ത ഒരു ഉദ്യോഗസ്ഥ പൊളിറ്റിക്കൽ സംവിധാനമാണ് ശബരിമലയെ കൈകാര്യം ചെയ്യേണ്ടത്.